പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത വരുന്ന ട്രാൻസ്ഫർ വിൻഡോയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള മറ്റ് ചില ടീമുകളും പുതിയ താരങ്ങളെ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ചെയ്തതിന് ശേഷമായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്ന് അനൗൺസ്മെന്റ് എല്ലാം വന്നേക്കുക എന്ന് അഭിക് ചാറ്റർജി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. വരുന്ന ട്രാൻസ്ഫർ വിൻഡോയിലൂടെ പുതിയ താരങ്ങളെ ടീമിലേക്ക് എത്തിക്കാനും ചില താരങ്ങളെ ഒഴിവാക്കാനും ക്ലബ്ബുകൾ പദ്ധതികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ജാലകം ജൂൺ 12-നാണ് തുറക്കുന്നത്. മാത്രമല്ല ഓഗസ്റ്റ് 31-ന് ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കുകയും ചെയ്യും. അതിനുള്ളിൽ തന്നെ ക്ലബ്ബുകൾക്ക് താരങ്ങളുടെ കൈമാറ്റങ്ങൾ നടത്തും. എന്നാൽ ട്രാൻസ്ഫർ വിൻഡോ അവസാനിച്ചതിന് ശേഷം ഫ്രീ ട്രാൻസ്ഫറിലൂടെ മാത്രമായിരിക്കും താരങ്ങളെ ടീമിലേക്ക് എത്തിക്കാൻ സാധിക്കുക. അടുത്തൊരു വാർത്ത, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള നോവ സദാവി ചില കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. നോവയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഈ ഒരു സീസൺ വലിയൊരു വേദനയോടെ തന്നെയാണ് അവസാനിക്കുന്നത്. വളരെ ശക്തനായി തിരിച്ചു വരാൻ തന്നെയായിരിക്കും ഞാൻ ഈ ഒരു ബ്രേക്ക് ഉപയോഗപ്പെടുത്തുക. ഇനിയുള്ളത് മൂർച്ചപ്പെടുത്തേണ്ട സമയമാണ്. ആരാധകർ അർഹിക്കുന്നതെല്ലാം അവർക്ക് നൽകേണ്ടതുണ്ട്. എല്ലാ സമയങ്ങളിലും തങ്ങളുടെ കൂടെയുള്ളതിൽ ആരാധകരോട് നന്ദി പറയുകയുമുണ്ടായി നോവ. എല്ലാ ബുദ്ധിമുട്ടേറിയ സീസണിന് ശേഷവും മികച്ചൊരു സീസൺ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാകും. ശക്തനായി തന്നെ താൻ തിരിച്ചു വരികയും ചെയ്യും. ചില സമയങ്ങളിൽ മത്സരങ്ങൾ നമ്മെ ഹമ്പിളാക്കും, എന്നാൽ മറ്റു ചില സമയങ്ങളിൽ മത്സരങ്ങൾ നമ്മെ ഉയർത്തുമെന്നും നോവ പറഞ്ഞു. ആരാധകരുടെ ഈ ഒരു സപ്പോർട്ട് സ്ഥിരമാണ്. ഈ ഒരു ബ്രേക്ക് മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തി താൻ ശക്തനായി തന്നെ തിരിച്ചു വരുമെന്നായിരുന്നു നോവ പറഞ്ഞത്. ഇതോടെ ഏതാണ്ട് ഉറപ്പിക്കാം അടുത്ത സീസണിലും നോവ കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരുമെന്നുള്ളത്. അടുത്തൊരു വാർത്ത, കഴിഞ്ഞ സീസൺ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ മോശമായുള്ള സീസൺ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത സീസണിലേക്ക് വരുമ്പോൾ ടീമിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നിലവിൽ ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ഒരു വാർത്ത അനുസരിച്ച് അടുത്ത സീസണിലേക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് വിദേശ സെന്റർ ബാക്കിന് വേണ്ടി ചർച്ചകൾ നടത്തുന്നു. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു വിദേശ സെന്റർ ബാക്കിന്റെ പേരൊന്നും ഇതുവരെ വ്യക്തമല്ല. കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.